ഇപ്പോഴത്തെ ജനറേഷൻ ഫോണിലും ടാബിലും കമ്പ്യൂട്ടറിലുമാണ് അവരുടെ സമയം ചെലവഴിക്കുന്നത്. സർജറി പല പേഷ്യൻസും ഇതുപോലെ തിരുമുന്ന വൈദ്യന്മാരടുത്തും എല്ലാവരടുത്തും പോയി അവനൊരു പ്രതിവിധി അല്ലെങ്കിൽ ഒരു പരിഹാരം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിലാണ് പലവരും ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് ചിലപ്പോൾ നമുക്കൊരു 6-7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടില്ല. എല്ലാ മസിലുകൾക്ക് ബലമില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ബാക്കി നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ആളാണെങ്കിൽ നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ പേഷ്യൻ്റ് പഴയ ലെവലിലേക്ക് ആവണമെന്നില്ല. റൊണാൾഡോൻ്റെ ഏജ് എത്രയാണ്? 37-39 ഇയേഴ്സ് ആയിട്ട്. പക്ഷെ സ്റ്റിൽ യങ്ങർ പ്ലെയറിൻ്റെ അത്രയും തന്നെ ഫിറ്റ്നസ്സാണ് ആൾ കീപ്പ് ചെയ്യണത്. ഈ റീപ്ലേസ്മെന്റ് കഴിഞ്ഞവർക്കെല്ലാം വേദന മാറിയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു ആകാംക്ഷ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വേദനയില്ലാതെ ജീവിക്കാൻ സാധിക്കുക പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വേദനയില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? അതിനെന്തൊക്കെ ശ്രദ്ധിക്കണം? ആരോഗ്യത്തിൽ ഇന്ന് ഡോക്ടർ മനോജും ഡോക്ടർ പ്രവീണുമാണ്. കിൻഡർ ഹോസ്പിറ്റലിലെ ഓർത്തോ ഡോക്ടേഴ്സാണ് അവർ. അപ്പം അവരുടെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. ഡോക്ടേഴ്സ് വെൽക്കം. ഡോക്ടർ, ഈ വേദനയില്ലാതെ ജീവിക്കാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം വളരെ കോമൺ ആയിട്ട് കേട്ടുവരുന്നൊരു കാര്യമാണ് 20s തൊട്ട് ആളുകൾ മുട്ടുവേദനയാണ്, ഷോൾഡർ വേദനയാണ്, ബാക്ക് പെയിനാണ്, അങ്ങനെ പലതും. OPയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഏത് വേദന പറഞ്ഞിട്ടാണ്? നമ്മുടെ പ്രാക്ടീസിൽ കൂടുതലായിട്ട് ജോയിൻറ്റ് പെയിൻസ് ആണ് കൂടുതൽ വരുന്നത്. അതിൽ തന്നെ കഴുത്ത് വേദന, നടുവേദന. ഇപ്പോഴത്തെ ജനറേഷൻ ഇതിൽ കൂടുതലും സിറ്റിംഗ് ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലും ഈ പ്രൊലോങ് സിറ്റിംഗ് കൊണ്ടാണ് ഈ നടുവേദനയും കഴുത്ത് വേദനയൊക്കെ കൂടുതലായിട്ട് ഇപ്പോഴത്തെ ഈ പറഞ്ഞ യങ്ങർ ജനറേഷനിൽ വരാനായിട്ടുള്ളൊരു കാരണമായിട്ട് തോന്നിയിട്ടുള്ളത്. ഡോക്ടർ, ഇപ്പോൾ കോവിഡിൻ്റെ സമയം തൊട്ടാണ് വർക്ക് ഫ്രം ഹോം വളരെ കോമൺ ആയി വന്നത്. അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ലൈഫ് സ്റ്റൈലും ഒരു പ്രശ്നമാണോ ഈ വേദനകൾക്ക്? അതെ, ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈൽ ഒരു കാരണം തന്നെയാണ്. ഇപ്പം റീസെൻ്റ്ലി നമുക്ക് യങ്സ്റ്റേഴ്സിൽ, പണ്ടൊന്നും നമ്മൾ യങ്സ്റ്റേഴ്സിൽ നടുവേദനയോ അല്ലെങ്കിൽ ഈ കഴുത്ത് വേദനയോ ഒന്നും നമ്മൾ അധികം കാണാറില്ല. പക്ഷേ റീസെൻ്റ്ലി അത് കാണുന്നതിന് കാരണം അവർ പ്രോപ്പർ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ കാരണം തന്നെയാണ്. ഇപ്പം പുതിയൊരു എൻറ്റിറ്റിയാണ് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം. ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ഹാൻഡ് ഹെൽഡ് ഡിവൈസാണ് ഇപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനം. എപ്പോഴും കഴുത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ള ഒരു പോസ്ചർ കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം ഇപ്പോൾ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നു, പിന്നെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നു, ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്നു. ഇതിനെല്ലാം നമുക്കൊരു ഈ ഫ്ലെക്സ് പോസ്ചർ, അത് കഴുത്ത് മടങ്ങിയിട്ടുള്ളൊരു പൊസിഷൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന കാരണം ഭയങ്കര കോമൺ ആയിട്ട് നെക്ക് പെയിനും അതുപോലെ പ്രോപ്പർ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം, സിറ്റിംഗ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം ബാക്ക് പെയിനും വളരെയധികം ഇപ്പോൾ കാണുന്നുണ്ട് യങ്സ്റ്റേഴ്സിൽ. ഇങ്ങനത്തെ ഒരു കേസുമായിട്ട് ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്നൊരു റെമഡി ആയിട്ട് അവർക്ക് ഡോക്ടർ പറഞ്ഞു കൊടുക്കാറുള്ളത് എന്താണ്? ഇതിന് പെട്ടെന്നൊരു റെമഡി സത്യം പറഞ്ഞാൽ ഇല്ല. നമുക്ക് ഒന്ന് പ്രോപ്പർ എർഗോണോമിക്സ്, നമ്മൾ ഇരിക്കുന്ന ആ ഒരു സിറ്റിംഗ് പോസ്ചർ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഇറക്റ്റായിട്ട് ഇരിക്കുക, നമ്മുടെ മോണിറ്ററിൻ്റെ ലെവൽ നമ്മുടെ ഐസൈറ്റിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അത് ലോങ് ടേമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പെയിനിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഡിസീസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഡോക്ടർ, ഇപ്പം ഈ വേദനകൾക്ക് ശരിക്കും വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് വർക്കൗട്ടിലേക്ക് തിരിയുന്നത്, ഗെയിംസിലേക്ക് തിരിയുന്നത്, അതൊക്കെ ഹെൽപ്ഫുൾ ആവാറുണ്ടോ? അതായത് നമ്മൾ ഈ ബോണിലേക്ക് ഒരു ബാങ്ക് ചെയ്ത് വെക്കുന്ന പോലെ അതിന് സ്ട്രെങ്ത് കൊടുക്കുന്ന പോലെ ഉണ്ടോ? ചെറുപ്പം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ? നമ്മുടെ പഴയ ജനറേഷൻ ഇപ്പം എല്ലാം ജോലി ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പം പാടത്ത് പണിയെടുത്ത് എല്ലാം എന്നിട്ട് അവരുടെ എല്ലാം മസിൽസും ബോൺസും എല്ലാം അതിനനുസരിച്ച് അഡ്ജസ്റ്റഡ് ആയിട്ട് വരണേ. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനത്തെ ഒരു വർക്കൗട്ട് എന്നുള്ളൊരു ഈ കൺസെപ്റ്റ് ഇല്ല. എല്ലാം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി ഫോണിലും ടാബിലും കമ്പ്യൂട്ടറിലുമാണ് അവരുടെ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് കായിക വിനോദങ്ങളിലൊന്നും ഏർപ്പെടൽ ഇപ്പോഴത്തെ ജനറേഷനില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബോൺസും അവരുടെ മസിൽസും പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ട് തയ്യാറാവണില്ല. അങ്ങനെയുള്ളവർ പെട്ടെന്ന് പോയി ഒരു സ്പോർട്ട് ഈവൻറ്റിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളിൽ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ ഇഞ്ചുറീസും അവർക്ക് ബാക്ക് പെയിനും കൂടുതലായിട്ട് അങ്ങനെ വരുന്നത്. ഡോക്ടർ മനോജ് പറഞ്ഞ മാതിരി തന്നെ ഈ ബാക്ക് പെയിനിന് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാവുന്നതല്ല. അതിലുള്ള എന്താണ് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ പ്രോബ്ലം അത് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ പോസ്ചർ കൊണ്ടാണ് ഇതുണ്ടാവുന്നത്, ബാഡ് പോസ്ചർ കൊണ്ടാണെങ്കിൽ പോസ്ചർ കറക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രൊലോങ് സിറ്റിംഗ് ഒഴിവാക്കുക. അപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ഇരുന്നോട്ടുള്ള ജോലി കഴിയുന്ന ഒഴിവാക്കാനായിട്ട് അവർക്ക് സ്റ്റാൻഡിങ് ഡെസ്കുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ
ഈ നടുവേദനേനെ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനോ അത് ഒഴിവാക്കാനോ പറ്റില്ല. പക്ഷെ അത് പ്രോപ്പറായിട്ടുള്ള അവെയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ മെസ്സേജസ് ഇത് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് കോമൺ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പെട്ടെന്ന് നമ്മളിങ്ങനെ അധികം ബോഡിയൊന്നും ആക്റ്റീവ് ആകാതെ വെച്ചിട്ട് സ്പോർട്ടിലേക്ക് തിരിയുക. ഒരുപാട് അക്കാഡമീസ് നമുക്ക് ചുറ്റുമുണ്ട്. ഫുട്ബോളിലേക്കും ക്രിക്കറ്റിലേക്കും ബാഡ്മിൻ്റണിലേക്കും ഒക്കെ തിരിയുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഒരു മറുവശത്ത് ശരീരം അനങ്ങാത്ത ഒരുപാട് പേരുണ്ടെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു വലിയ തലമുറ കൂടി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട് ഇഞ്ചുറീസിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ACL ഇഞ്ചുറി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ACL എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് മുട്ടിൻ്റെ ചലനം, രണ്ട് എല്ലുകൾ തമ്മിലുള്ള ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞത് വളരെ മിനിമലായിട്ട് രണ്ട് എല്ലുകൾ, ഈ തുടയുടെ അസ്ഥി എന്ന് പറയുന്ന ഫീമറും അതിൻ്റെ താഴെയുള്ള അസ്ഥി ടിബിയ എന്ന് പറയുന്ന അസ്ഥി തമ്മിലുള്ള ട്രാൻസ്ലേഷൻ ഇത് ആക്ച്വലി പ്രിവെൻറ്റ് ചെയ്യും. അപ്പം ഇത് ഇഞ്ചേർഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുട്ട് നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. ഇതിങ്ങനെ നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ അത് വെട്ടിപ്പോകുന്ന ഒരു അവസ്ഥ എപ്പോഴും ഉണ്ടാവില്ല. പക്ഷേ ചില പൊസിഷനിൽ നമുക്ക് മുട്ട് ഗിവ് വേ ഫീലിംഗ്, അതായത് ഇൻസ്റ്റെബിലിറ്റി ഫീലിംഗ് ഉണ്ടാവും. അപ്പം അതാണ് ACL ഇഞ്ചുറി. യൂഷ്വലി ഇത് കാണുന്നത് സ്പോർട്സിലാണ്. നമുക്ക് മുട്ട് മടങ്ങി ഒരു ഒപ്പോണൻറ്റിൻ്റെ സൈഡിലേക്ക് ഒരു ചവിട്ടോ അല്ലെങ്കിൽ തട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് ഇത് സാധാരണ പൊട്ടിപ്പോകുന്നത്. അല്ലാതെ വീട്ടമ്മമാരിലും ബാക്കിയുള്ള ആൾക്കാരിലും ഇത് അപൂർവം കണ്ടുവരാറുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഈ സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറഞ്ഞല്ലോ, അപ്പം പലതരം സ്പോർട്സ് ഉണ്ട്. ഏത് തരം കളികളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇഞ്ചുറിക്ക് സാധ്യതയുള്ളത്? ഇപ്പോൾ ACLൻ്റെ ഇഞ്ചുറി പറയുകയാണെങ്കിൽ നമ്മളതിനെ രണ്ട് രീതിയിലാണ് അതിൻ്റെ ഇഞ്ചുറീനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നൊരു കോൺടാക്റ്റ് ഇഞ്ചുറി അല്ലെങ്കിൽ നോൺ കോൺടാക്റ്റ് ഇഞ്ചുറി. കോൺടാക്റ്റ് ഇഞ്ചുറി കൂടുതലുണ്ടാവുന്നത് കോൺടാക്റ്റ് സ്പോർട്സിലാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിരുന്നത് ഫുട്ബോളിലാണ് കോൺടാക്റ്റിൽ ഇഞ്ചുറി. പിന്നെ നോൺ കോൺടാക്റ്റ് ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിതിൽ ACLൻ്റെ ഇഞ്ചുറി ഉണ്ടാവണമെന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിൽ സഡൻ ഡീസിലറേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ഡയറക്ഷൻ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. കൂടുതൽ സ്പോർട്സിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടിക്കൊണ്ടിരുന്ന് പെട്ടെന്ന് തിരിയുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാല്, ടിബിയ ബോൺ, ഷിൻ ബോൺ അവിടെ ഫിക്സ്ഡ് ആയിരിക്കും, ബോഡി റൊട്ടേറ്റ് ചെയ്യും. ആ സമയത്താണ് ഈ ACL ഇഞ്ചുറി, ACL പൊട്ടാനായിട്ടുള്ള സാധ്യത വരുന്നത്. പിന്നെ കോൺടാക്റ്റ് ഇഞ്ചുറി ഡയറക്റ്റായിട്ട് മുട്ടിലിടിയുള്ള, അപ്പോൾ അത് കൂടുതൽ കാണുന്നത് കോൺടാക്ട് സ്പോർട്സ് ആയിട്ടുള്ള ഫുട്ബോള്, ബാസ്കറ്റ് ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് റഗ്ബി ഇങ്ങനത്തെ ഇഞ്ചുറീസ് വരുന്നത്. അപ്പോൾ ഈ ഇത്ര ഇഞ്ചുറീസ് വരുമ്പം അത് ഏത് പ്രായത്തിലും, ലൈക്ക് ഇപ്പം ചെറിയ പിള്ളേർ കളിക്കുന്നവർക്കും ഇത് വരാം, കൂടുതൽ പ്രായമാവുന്നതോറും ഇതിനുള്ള സാധ്യത കൂടുതൽ വരിക, അങ്ങനെയൊക്കെ ഉണ്ടോ? അതോ എല്ലാ പ്രായം? ഡെഫിനറ്റ്ലി എല്ലാ സ്പോർട്സ് ഇഞ്ചുറീസും പ്രായം കൂടുമ്പോൾ അതിൻ്റെ ഇൻസിഡൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ മസിൽ സ്ട്രെങ്ത്ത് പ്രായമുള്ളവരും ചെറുപ്പക്കാരും കമ്പയർ ചെയ്യുമ്പോൾ ചെറുപ്പക്കാർക്ക് തന്നെയാണ് ഡെഫിനറ്റ്ലി കൂടുതൽ. അതുപോലെ നമുക്ക് പ്രായമുള്ളവരിൽ കൂടുതൽ മസിൽ സ്റ്റിഫ്നെസ്, മസിൽ സ്ട്രെച്ചബിൾ അല്ല യങ്സ്റ്റേഴ്സിൻ്റെ അത്ര. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ പറയുന്ന സ്പോർട്സ് ഇഞ്ചുറീസ് പ്രായമുള്ളവരിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഡോക്ടർ, ഈ പ്രായമുള്ളവരെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ വർക്കൗട്ടിലേക്ക് തിരിയുക, ശരീരം വളരെ നന്നായിട്ട് നോക്കുക, ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇത്തരം ഇഞ്ചുറീസിനെ ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ശരിക്കും സാധിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേ മുതൽ വർക്കൗട്ട്സും മസിൽസിനെയും ബോണിനെയും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ലിമിറ്റ് വരെ നമുക്ക് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ ഇഞ്ചുറീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇഞ്ചുറി ഉണ്ടാവുന്നത് ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം, ഗ്രൗണ്ട് പ്രോപ്പറല്ല, ഉപയോഗിക്കുന്ന ഫുട്വെയർസ് അതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള കളിക്കാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഫുട്വെയർ പ്രോപ്പറല്ല. ഇതെല്ലാം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണതാണ്. ഇപ്പോൾ സപ്പോസ് ഒരു ടർഫിൽ കളിക്കുന്ന ആൾ പ്രോപ്പറായിട്ടുള്ള ടർഫ് ഷൂസ് ഉപയോഗിക്കാണ്ട് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പ്രോപ്പർ ഗിയേഴ്സ് ഉപയോഗിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഗിയേഴ്സ് ഉപയോഗിക്കാണ്ടിരുന്നത് പ്രോപ്പർ, ഇതൊക്കെയാണ് ഇഞ്ചുറീസിന് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണത്. പ്ലസ് ചിലവരുടെ ഫിസിക്ക് അങ്ങനെയാണ്. ഇപ്പോൾ ചിലവർക്ക് നല്ല ഫിസിക്കലി നല്ല ഫിറ്റായിട്ടുള്ള ആൾക്കാരായിരിക്കും, അപ്പോൾ അവർക്ക് ഇഞ്ചുറീസ് വളരെ കുറവായിരിക്കും. ഫിസിക്കലി അൺഫിറ്റായിട്ടുള്ള ആൾക്കാർ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് ഇഞ്ചുറീസ് കൂടുതൽ കോമൺ ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം ഡോക്ടർ, ഞാൻ ISL പ്ലേയേഴ്സിനെ പലരെയും ഞാൻ പരിചയപ്പെടുകയും അവരുടെ ഇഞ്ചുറീസ് ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു സ്പോർട്സ് പ്രസൻറ്ററാണ്. അപ്പം ഇവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ രാഹുൽ KP എന്ന് പറയുന്ന നമ്മുടെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയർ ഉണ്ട്. അപ്പം പുള്ളിയുടെ ഒരു ഏജ് ഒരു 19-22 അതിനിടയിലാണ് പുള്ളിയുടെ ഒരു പ്രായം നിൽക്കുന്നത്. അപ്പം രാഹുലിന് ഇഞ്ചുറീസിൻ്റെ എണ്ണം ആ ഒരു
കൂടുതലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം കുറച്ച് മൂത്ത ഒരു 28 ഉള്ള പ്ലേയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞത് ആ ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഇഞ്ചുറീസ് കൂടുതലാണ്, അതിനുശേഷം ഒരു 26 ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും കുറേ കൂടെ ബോഡി സെറ്റാവും. അങ്ങനത്തെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഡെഫിനറ്റ്ലി അങ്ങനെ ഇല്ല. നമ്മൾ ഒരു പ്രിവെൻഷൻ്റെ ഒരു മേജർ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെക്നീക്കാണ്. നമ്മളിപ്പം രാഹുലിൻ്റെ ടെക്നീക്ക് ബാഡ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ ആ ഒരു ഫോൾട്ടി ടെക്നീക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മളെ ഇഞ്ചുറി പ്രോൺ ആക്കുന്നു. അതിപ്പം ഈച്ച് ആൻഡ് എവറി പ്ലെയറിന് ആ ടെക്നീക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ചിലവരുടെ ടെക്നീക്സ് ആർ പ്രോൺ ടു ഇഞ്ചുറി, ചിലവരുടെ ടെക്നീക്സ് പ്രോൺ ടു ഇഞ്ചുറി അല്ല. പക്ഷേ പ്രായം കൂടും തോറും ജനറലി ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മസിൽ സ്റ്റിഫായിരിക്കും. പ്രായം കൂടും തോറും സ്റ്റിഫ്നെസ് കൂടും, സ്ട്രെങ്ത് കുറവായിരിക്കും. ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ പഠനങ്ങൾ പറയുന്നത് പ്രായം കൂടിയ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ചെറുപ്പക്കാരെക്കാൾ ഇഞ്ചുറി കൂടുതലാണ്. നമ്മൾ ഈ കുഞ്ഞു കുട്ടികളുടെ ലിഗമെന്റ് ഇഞ്ചുറി വളരെ വളരെ റെയറാണ്. ബിക്കോസ് അവരുടെ ലിഗമെന്റ് അത്രയ്ക്ക് ലാക്സ് ആണ്, പൊട്ടത്തില്ല. അൺലെസ് വെരി സിവിയർ ഇഞ്ചുറി ആണെങ്കിൽ മാത്രമേ പൊട്ടത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഒരു പ്രായമുള്ള ഒരാളുടെ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഒരു പ്രായം എന്ന് പറയുമ്പോൾ അത് ഏത് സമയത്താണ്? ഒരു 30s-ലാണോ 40s-ലാണോ? അങ്ങനെ ഒരു ടൈം ഉണ്ടോ? അങ്ങനെ ഒരു സമയമില്ല. ആസ് ദ പേഴ്സൺ ഏജസ്, അതായത് പ്രായം കൂടി വരും തോറും നമ്മുടെ ബോഡി ടിഷ്യൂസ് ബിക്കം വീക്കർ ആൻഡ് വീക്കർ. ഈവൻ ഞങ്ങൾ ഈ നീ റീപ്ലേസ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ പല പേഷ്യൻസിനും ACL ഇല്ല, അത് പൊട്ടിപ്പോയി ഡീജനറേറ്റ് ചെയ്ത് പോയി, കാണാൻ തന്നെ ഇല്ല സർജറിയുടെ സമയത്ത്. അപ്പം ഇത് യൂഷ്വലി തേയ്മാനം സെറ്റിൻ ചെയ്യുന്നത് ഒരു 40 വയസ്സാകുമ്പോഴാണ്. 40-45 വയസ്സാകുമ്പോൾ തുടങ്ങും. ഒരു ഇതുപോലെ ഈ ACL ഇല്ലാത്ത കേസുകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പ്രായമുള്ളവരെല്ലാം. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ ഞാൻ സ്പോർട്സ് പ്ലേയേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം ഈ ജീനിലും ബോഡി സ്ട്രക്ചറിലും ഒക്കെ കാര്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അപ്പം ഏറ്റവും കൂടുതൽ സ്പോർട്സ് ഫുട്ബോളേഴ്സിൽ ഡിസ്കസ്ഡ് ആയിട്ടുള്ള പേരുകൾ ഇപ്പം റൊണാൾഡോയും മെസ്സിയും നെയ്മറും ഒക്കെയാണ്. അപ്പോൾ അതിൽ റൊണാൾഡോയും മെസ്സിയും നമ്മൾ അവരുടെ കരിയർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചാണ് ഇഞ്ചുറി കാരണം അവർ മാറി നിന്നിട്ടുള്ളത്. അതേസമയം നെയ്മറിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഇഞ്ചുറി വന്ന് പുള്ളി മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് അത് നെയ്മറിൻ്റെ ഒരു ശരീരപ്രകൃതി, അല്ലെങ്കിൽ എന്താണ് നെയ്മറിന് കൂടുതൽ ഇഞ്ചുറി വരണേ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ. ശരിക്കും ഈ ചോദ്യത്തിൽ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ? അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? അതിനകത്ത് കുറച്ച് ഫാക്റ്റ് ഉണ്ട്. ഇപ്പോൾ റൊണാൾഡോനെ വെച്ചിട്ട് നമുക്ക് നെയ്മറിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും ഫിസിക്ക് വേറെയാണ്, രണ്ടുപേരും ഫിറ്റ്നസ് ലെവൽ വേറെയാണ്. പിന്നെ ഇപ്പോൾ ഫുട്ബോളേഴ്സിന് ഇഞ്ചുറിയുടെ പറയുകയാണെങ്കിൽ ഏത് ലെവലിലാണോ ആ പ്ലെയർ കളിക്കുന്നത് അതനുസരിച്ച് ഇഞ്ചുറി കൂടുതലായിരിക്കും. ഇപ്പോൾ നേരത്തെ രാഹുലിൻ്റെ കാര്യം പറഞ്ഞ കാര്യം, രാഹുൽ ഒരു അഗ്രസീവ് പ്ലെയറാണ്. രാഹുൽ കളിക്കുന്നത് സ്ട്രൈക്കറായിട്ടാണ്. സ്ട്രൈക്കേഴ്സിനാണ് കൂടുതൽ, അവർ സഡൻ ആക്സിലറേഷനും സഡൻ ഡീസിലറേഷനും വേണ്ടതാണ്. അപ്പോൾ അവർക്ക് ഇഞ്ചുറീസ് കൂടുതലായിരിക്കും. പക്ഷേ മിഡ്ഫീൽഡ് കളിക്കുന്ന ആൾക്കാർ അത്രയും ആക്സിലറേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഡിഫൻസ് കളിക്കുന്ന ആൾക്ക് അത്ര ആക്സിലറേറ്റ്. പക്ഷേ മോഡ് ഓഫ് ഇഞ്ചുറീസ് സ്ട്രൈക്കേഴ്സിനും ഡിഫൻസിൽ കളിക്കുന്ന ആൾക്കും മിഡ്ഫീൽഡേഴ്സിനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു പക്ഷേ രാഹുലിന് ഇഞ്ചുറി വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുലിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് പ്ലേ ഭയങ്കര അഗ്രസീവ്, അതുകൊണ്ടായിരിക്കും രാഹുലിന് കൂടുതൽ ഇഞ്ചുറി വരുന്നത്. പിന്നെ ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് റൊണാൾഡോന് ഇഞ്ചുറി വരുന്നില്ല, എന്തുകൊണ്ട് നെയ്മറിന് കൂടുതൽ ഇഞ്ചുറി വരുന്നു, അത് ആ ഫിറ്റ്നസ് ലെവലാണ്. നമുക്കെല്ലാവർക്കും അറിയാം റൊണാൾഡോൻ്റെ ഏജ് എത്രയാണ്, 37-39 ഇയേഴ്സായിട്ട്. പക്ഷേ സ്റ്റിൽ ഒരു യങ്ങർ പ്ലെയറിൻ്റെ അത്രയും തന്നെ ഫിറ്റ്നസ്സാണ് ആൾ കീപ്പ് ചെയ്യണത്. അപ്പോൾ ആളുടെ വർക്കൗട്ട്സൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആൾ ഒരു ദിവസം ഓൾമോസ്റ്റ് 10-12 അവേഴ്സൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് വർക്കൗട്ടും ഫിറ്റ്നസ് ലെവലും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഫിറ്റ്നസ് ലെവലാണ് ഇതിൽ മെയിനായിട്ടുള്ളൊരു ഇഞ്ചുറി പ്രിവെൻഷനായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡോക്ടർ, ഇപ്പം ഈ പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ടോ? ഇപ്പം നീയുടെ കാര്യം പറഞ്ഞു, ഈ വെട്ടി മാറുന്നതിനെക്കുറിച്ച് ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ. എൻ്റെ ഒരു കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പയ്യൻ ഒരു ബുക്ക് ഇങ്ങനെ എടുക്കുന്നതാണ്. അപ്പം ഞാനവിടെ കണ്ടു നിൽക്കുക, എടുത്തിങ്ങനെ പൊക്കി ഇപ്പുറത്തോട്ട് വെച്ചതും ഈ ഷോൾഡർ ഇങ്ങ് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പിടിച്ചിട്ടു, ഒരാൾ പിടിച്ചിട്ടു. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കണ്ടു എന്ന് ഞങ്ങളും പേടിച്ചു പോയി. ഈ മുട്ടിങ്ങനെ മാറും. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് കളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മുട്ട് മാറി അപ്പം തന്നെ തിരിച്ചു പിടിച്ചിട്ടു എന്നൊക്കെ. ഇത് സത്യത്തിലൊരു ക്യൂർ ആണോ? എന്താണ് ആ സംഭവം, നമ്മൾ അങ്ങനെ തിരിച്ചു പിടിച്ചിടുക എന്ന് പറയുമ്പോൾ? അല്ല, ഡെഫിനറ്റ്ലി ഒരു മുട്ടിനകത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ മുട്ടിനകത്ത് ഡിസ്ലൊക്കേഷൻ, മുട്ടെന്ന് പറയുന്ന മെയിൻ ജോയിൻ്റ്, അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫീമർ, തൊടയുടെ അസ്ഥിയും ടിബിയ എന്ന് പറയുന്ന മുട്ടിന് കീഴ്പോട്ടുള്ള അസ്ഥിയും അത് അടന്നു പോകണമെങ്കിൽ മാസിവ് ട്രോമ ആയിരിക്കണം. മതിൽ പൊളിഞ്ഞ് നമ്മുടെ കാലിൽ വീഴുന്ന ലെവലിലുള്ള ഇഞ്ചുറീസിൽ മാത്രമേ അത് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ മുട്ട് തെന്നി മാറുക എന്ന് പറയുന്നത് ജനറലി റെഫർ ചെയ്യുന്നത് ചിരട്ട തെന്നി മാറലിനാണ്. ചിരട്ട വളരെ കോമൺ ആണ്, ഫീമെയിൽസിലാണ് അത് കൂടുതൽ കാണുന്നത്. ചിരട്ട തെന്നി മാറിയാൽ നമ്മളത് പിടിച്ചിടുക എന്നുള്ളത് തന്നെയാണ് ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ്. പക്ഷെ അത് റെക്കറൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ, അത് വീണ്ടും തെന്നി മാറുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അതിനുള്ള കാരണം കണ്ടെത്തണം. അത് പേശികൾ കാരണമാവാം,
എല്ലിൻ്റെ വളവുകൾ കാരണമാവാം, കാലിൻ്റെ വളവുകൾ കാരണമാവാം, ഈ ചിരട്ടയുടെ സൈസ് കുറവ് കാരണമാവാം, അതിൻ്റെ സോക്കറ്റിൻ്റെ ഡെപ്ത് കുറവ് കാരണമാവാം. ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോസ് കണ്ടുപിടിച്ചിട്ട് വേണം അത് സർജിക്കലി ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഈ ശരീരഭാരം കൂടുതലുള്ള ആളുകൾക്ക് ഇതിനുള്ള സാധ്യത കൂടുതലുണ്ടോ? അങ്ങനെ ഉണ്ടോ? അതിലൊരു കാര്യം ഇഞ്ചുറി ഉണ്ടാവാനായിട്ടുള്ള ഈ പറഞ്ഞ പോലെ മുട്ട് തെന്നി മാറൽ, ചിരട്ട, മുട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ ശരീരഭാരം കൂടുതലുള്ളവർക്ക് അതിനുള്ള സാധ്യത കൂടുതലാണെന്നുണ്ടോ? അല്ല, ഒബീസിറ്റി ഒരു ഫാക്ടറാണ് ഇഞ്ചുറി ഉണ്ടാവാനായിട്ടുള്ളത്. അപ്പോൾ മുട്ട് തെന്നി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറേ റീസൺസ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി അതൊരു റീസൺ ആയിട്ടുള്ളൂ ഈ ചിരട്ട തെന്നി മാറുന്നത്. ഇപ്പോൾ എ സി എൽ പൊട്ടിയിട്ടുള്ള ആൾ, എ സി എൽ ടയറുള്ള ആൾക്കാർ കളിക്കുമ്പോൾ അതിലുള്ള ഏറ്റവും വലിയൊരു സിംറ്റം പറയുന്നത് ഗിവിങ് വേ ഫീലിംഗ് ആണ്. കളിച്ചുകൊണ്ടിരിക്കലെ കാല് ഒരു കോൺഫിഡൻസ് ഇല്ല, കാല് തെന്നുന്നൊരു ഫീലിംഗ് വരിക. അത് പലപ്പോഴും നമുക്കൊരു മുട്ട് തെന്നണതായിട്ടാണ് പേഷ്യൻസ് പറയുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ മാതിരി പെറ്റല്ലയുടെ നീ ക്യാപ്പ് തെന്നണതാണോ, അതോ ലിഗമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് നീ സബ്ലക്സേറ്റ് ചെയ്യണതാണോ, ഇതാണെന്നുള്ളത് നമ്മളൊരു ക്ലിനിക്കൽ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് അതിനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഒബീസിറ്റി ഡെഫിനറ്റ്ലി എല്ലാത്തിനും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇവാലുവേഷനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ പറഞ്ഞ എല്ലാത്തിനും, ഈ ACL ഇഞ്ചുറീസിന് എല്ലാത്തിനും പെയിൻ ഉണ്ടാവുമോ? അതാണോ അതിൻ്റെ ആദ്യത്തെ ലക്ഷണം? മുട്ടിൻ്റെ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ACL മാത്രമല്ല, ACLൻ്റെ ഒപ്പം ജനറലി മെനിസ്കസ് എന്ന് പറയുന്ന 2 കുഷനേഴ്സാണ് മുട്ടിനകത്തുള്ള ദൈവം തന്നിരിക്കുന്ന ഷോക്ക് അബ്സോർബിങ് എഫക്റ്റ് വരാനായിട്ട് തരുന്ന 2 കുഷനേഴ്സാണ്. ഇപ്പം ഐസൊലേറ്റഡ് ACL ഇഞ്ചുറി, അതായത് ACL ഇഞ്ചുറി മാത്രമായിട്ട് നമ്മൾ കാണുന്ന കോമൺ ആണ്. അപ്പം ഈ ഒരു തെന്നി മാറുന്ന അല്ലെങ്കിൽ ACL പൊട്ടുന്ന ആ ഒരു ഇൻസിഡൻറ്റിൽ നമുക്ക് മെനിസ്കൽ ഇഞ്ചുറിയും കൂടെ കാണാറുണ്ട്. അപ്പോൾ ഇത് രണ്ടിനും സിംറ്റംസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ACLന് വരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റെബിലിറ്റി, അതായത് മുട്ട് നമുക്ക് നമ്മുടെ വിചാരിക്കുന്ന സ്ഥലത്ത് നിൽക്കാത്തൊരു ഫീലിംഗ്, അതായത് വിട്ടുപോകുന്ന പോലെ ഒരു ഫീലിംഗ്, ചവിട്ടി നടക്കാൻ അത്ര കോൺഫിഡൻ്റ് ആയിരിക്കില്ല പേഷ്യൻ്റ്. അതാണ് ഇൻസ്റ്റെബിലിറ്റിയാണ് ഇതിന് ACLനകത്ത് കാണുന്നത്. മെനിസ്കസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല, കൊളുത്തിപ്പിടുത്തുമ്പോഴൊരു വേദന ഫീൽ ചെയ്യും. ഏത് മെനിസ്കസ് ആണ് ഇൻവോൾവ്, ആ കുഷണറാണ് ഇൻവോൾവ് എന്നുള്ളതനുസരിച്ച് നമുക്ക് അതിനുള്ള കൊളുത്തിപ്പിടുത്തം പറ്റും. കാച്ചി പെയിൻ വരും, ചിലർക്ക് മുട്ടിനകത്ത് നീര് വരും, ചിലർക്ക് ലോക്കിംഗ്, മുട്ട് മടക്കാനോ നിവർത്താനോ പറ്റാത്തൊരവസ്ഥ. അപ്പം വേരിയഡ് ഫീച്ചേഴ്സാണ്. അപ്പം രണ്ടാണ്. ഇൻസ്റ്റെബിലിറ്റി ഫീച്ചേഴ്സ് ജനറലി മെനിസ്കസിന് കാണാറ്. അപ്പം നമ്മൾ ഈ മുറിവൈദ്യം നോക്കാതെ അല്ലെങ്കിൽ തന്നെ മാറുമെന്ന് വിചാരിക്കാതെ ഏത് സമയത്താണ് ഡോക്ടറുടെ അടുത്തേക്ക് വരേണ്ടത്? ഒരു ACL ഇഞ്ചുറി ഒരു പ്ലെയർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പേഷ്യൻ്റെ അടുത്ത് ഏറ്റവും കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതിൽ പേഷ്യൻ്റ് തന്നെ ഏകദേശം മനസ്സിലാവും ഒരു ACL ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. യൂഷ്വലി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ മാതിരത്തെ ഒരു മോഡ് ഓഫ് ഇഞ്ചുറി ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഓഡിബിൾ പോപ്പിംഗ് സൗണ്ട് മുട്ടിനകത്തുനിന്ന് വരും. അതാണ് യൂഷ്വലി അങ്ങനെ ഒരു സിംറ്റം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സാധ്യത ACLന് ടയർ ഉണ്ടാവാനാണ്. ആ ഒരു സ്ഥിതിയിൽ പെട്ടെന്ന് മുട്ടിൽ നീര് വയ്ക്കുക, അതിനുശേഷം ആ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, കാല് കുത്തുമ്പോൾ വേദന ഉണ്ടാവുക, ഇതൊക്കെയാണ് അതിൻ്റെ യൂഷ്വൽ സിംറ്റംസ്. ഈ തരത്തിലുള്ള സിംറ്റം ഉണ്ടാവും. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കൽ കാല് പെട്ടെന്ന് ഇങ്ങനൊരു ഇഞ്ചുറി ഉണ്ടായി, നീര് വെച്ചു, വേദനയുണ്ട്, കളിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കണതാണ് അതിൽ ഏറ്റവും നല്ലത്. കാരണം അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ ഏതെല്ലാം സ്ട്രക്ചേഴ്സാണ് ആ സമയത്ത് ഇഞ്ചുറി ആയിട്ടുണ്ടെന്നുള്ളത്. അത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിന് പ്രോപ്പർ ടൈമിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീ ഇഞ്ചുറി ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്. അതിനുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റും അതെല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലിപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ പ്രീ ഇഞ്ചുറി ലെവലിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ അതായത് ഇങ്ങനത്തെ ഒരു ഇഞ്ചുറി കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ഇത് ഭേദമാകും എന്നാണോ അതിൻ്റെ അർത്ഥം? അതെ, ഡിപ്പെൻസ് ഓൺ ദ ഇഞ്ചുറി. പക്ഷേ തീർച്ചയായിട്ടും ACL ഇഞ്ചുറി ആണെങ്കിൽ അത് റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയൊരു ലെവൽ ഓഫ് ഫിറ്റ്നസ്സിലേക്ക് തന്നെ അത് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഈ സർജറി എന്ന് പറയുന്നത് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉള്ളൊരു ഏരിയയാണ്. ചിലർ പറയും ചുമ്മാ ഡോക്ടർ പറഞ്ഞു സർജറിക്ക് പോകാമെന്ന്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ വരുന്ന ഉടനെ തന്നെ വേണ്ട പെട്ടെന്ന് ക്യൂർ ആക്കിയേക്കാം എന്നും പറഞ്ഞ് സർജറിക്ക് വരുന്ന ആളുകളുണ്ട്. സർജറിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള, ഡോക്ടർ കേട്ടിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്താണ്? തീർച്ചയായും സർജറി എന്ന് പറഞ്ഞാൽ ACL സർജറി ആണോ? ACL സർജറി പല പേഷ്യൻസും ഇതുപോലെ തിരുമുന്ന വൈദ്യന്മാരടുത്തും എല്ലാവരടുത്തും പോയി അവസാനം അവർ തന്നെ ഈ ഒരു സിംറ്റം, ഇതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ ഒരു പരിഹാരം കിട്ടാതെ വരുന്നൊരവസ്ഥയിലാണ് പലവരും ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അതൊരു 6 or 7 months കഴിഞ്ഞിട്ടാണ്. ഒരു ഇഞ്ചുറി ഉണ്ടായി ഒരു 6-7 മാസം എടുക്കും ചിലപ്പം ആ പേഷ്യൻറ്റിന് മനസ്സിലാക്കാൻ. അതായത് ഇത് ക്യൂറബിൾ അല്ല അൺലെസ് സർജറി ഈസ് ഡൺ ഓർ റീകൺസ്ട്രക്ഷൻ ഈസ് ഡൺ.
അപ്പം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മുട്ടിന് ഉണ്ടാവുന്ന ഡാമേജ്, അതായത് നമ്മൾ ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് ചിലപ്പോൾ നമുക്കൊരു 6-7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടില്ല. ബിക്കോസ് ഓൾറെഡി ഡാമേജസ് കൂടിയിട്ടുണ്ടാവും മുട്ടിനകത്ത്. ടൈം സെൻസിറ്റീവ് ആണെന്ന് അർത്ഥം. ടൈം സെൻസിറ്റീവ് ആണ്. ദ ഏർലിയർ യു ഡു ഇറ്റ് ദ ബെറ്റർ യു ദ റിസൾട്ട്. ഇപ്പം TKR, ഡോക്ടർ TKR സർജറി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? TKR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ്. മുട്ടിന് തേയ്മാനം വരുമ്പോൾ ആ തേഞ്ഞ് പോയിരിക്കുന്ന ഭാഗം മാറ്റി വയ്ക്കുക എന്നുള്ളത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വണ്ടിയുടെ ടയറൊക്കെ തേഞ്ഞ് പോയി, അപ്പോൾ അത് വണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കണം, തുടർന്ന് അങ്ങോട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക, അല്ലേ, ടയർ റീപ്ലേസ് ചെയ്യുക. അതേമാതിരി തന്നെ തേഞ്ഞ് പോയിരിക്കുന്ന കാർട്ടിലേജ്, ഇപ്പോൾ ഇതിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടിലേജാണ് അതിൽ തേഞ്ഞ് പോകുന്നത്. ആ കാർട്ടിലേജിന് പകരം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ജോയിൻറ്റ് വയ്ക്കുന്നതാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി അല്ലെങ്കിൽ മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഇത് ഏത് പ്രായം വരെ നമുക്ക് ചെയ്യാം? ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം. ഇതിനകത്ത് പ്രായമല്ല അതിൻ്റെ ഒരു ഘടകമായിട്ട് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത്. ആക്ടിവിറ്റി ലെവൽ, ആ പേഷ്യൻറ്റിന് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുള്ളൂ. നമ്മൾ 90 ഇയേഴ്സിൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പേഷ്യൻറ്റിൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജീവിച്ചിരിക്കണം ചിലപ്പോൾ കുറച്ച് നാളായിരിക്കാം, പക്ഷെ ജീവിച്ചിരിക്കണോടത്തോളം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം. അങ്ങനത്തെ ഒരു പേഷ്യൻ്റാണ് നമ്മുടെ അടുത്ത് വന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാ പ്രായം കൂടിയുള്ളവർക്ക് ചെയ്യണം എന്നുള്ളതല്ല, പക്ഷേ അതിന് കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അനസ്തീഷ്യ ഫിറ്റ്നസ് ഉണ്ട്. പേഷ്യൻ്റ് അത് കഴിഞ്ഞാൽ നടക്കാനായിട്ട് പറ്റണ ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. ഇപ്പോൾ മസിലുകൾക്ക് ബലമില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ബാക്കി നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു ആളാണെങ്കിൽ നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ പേഷ്യൻ്റ് പഴയ ലെവലിലേക്ക് ആവണമെന്നില്ല. അപ്പം പ്രായം അല്ല, നമ്മുടെ പൊതുവേ ഉള്ളൊരു ആരോഗ്യമാണ് ഇതിന് പിന്നിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ സർജറി ഇത് നമ്മൾ നീ റീപ്ലേസ് ചെയ്യണോ എന്നുള്ളത് അതെങ്ങനെയാണ് അറിയുക? ചെയ്യാറായോ എന്നല്ലേ? അത് നമ്മൾ ഒരു ഡോക്ടറെ കാണുക, ഡോക്ടറെ കണ്ട് സിംറ്റംസും കാര്യങ്ങളും ഒരു വിദഗ്ധ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡോക്ടറിന് ഏകദേശം ഇത് തേയ്മാനമാണെന്നുള്ളത് മനസ്സിലാവും. നമ്മൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുക. അപ്പോൾ എക്സ്റേയിൽ നമുക്ക് ഇതിൻ്റെ പല സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. അപ്പം നമ്മളൊരു സ്റ്റേജ് 3 or 4 ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സർജറിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കൂ. അപ്പം ഈ മാറ്റുന്ന സമയത്ത് ഈ വേദന, ഇതിനു മുന്നേ ഈ പറഞ്ഞ സ്റ്റേജ് 3, 4 എന്നൊക്കെ പറയുമ്പോഴത്തേനും വേദനയാണോ ഇതിനുള്ള ഇൻഡിക്കേഷൻ? ഏറ്റവും നല്ലൊരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിനാണ്. പെയിൻ ഉള്ള പേഷ്യൻറ്റിനാണ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നല്ലതായിട്ട് കിട്ടുന്നത്. അപ്പോൾ പ്രൈമറി ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ, പിന്നെ ഡിഫോമിറ്റി, കാലിന് വളവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു ഇൻഡിക്കേഷനാണ്. വേദന എന്തായാലും വന്നിരിക്കും, അതായത് ഈ നീ റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് മുന്നേ വേദന എന്തായാലും എല്ലാവർക്കും വരും. വേദന ഉണ്ടാവാനുള്ള കാരണം തന്നെ ഇപ്പോൾ ഈ കാർട്ടിലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണിൻ്റെ ഒരു കവറിങ് ആണ്. ഈ കാർട്ടിലേജ് തേഞ്ഞ് പോയി കഴിഞ്ഞാൽ 2 ബോൺ തമ്മിലാണ് ഇത് ഒരയണത്. അതുകൊണ്ടാണ് അത് വേദന ഉണ്ടാവുന്നത്. വേദന ഉണ്ടാവാം, സ്റ്റിഫ്നെസ് ഉണ്ടാവാം, പിന്നെ കുറച്ചുകൂടി നാൾ കഴിയുമ്പോഴത്തേക്കും കാലിന് വളവുകൾ ഫോം ചെയ്ത് തുടങ്ങാം. അപ്പോൾ പെയിൻ ഇല്ലാതെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി സാധാരണ രീതിയിൽ അഡ്വൈസ് ചെയ്യാറില്ല. പെയിനാണ് ഇതിൻ്റെ പ്രൈമറി ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ പെയിൻ ഇസ് ഓൾവേസ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടറുമ്പ് താങ്കളെ കടിക്കുന്നതും എന്നെ കടിക്കുന്നതും വ്യത്യാസമുണ്ട്. ഞാൻ റിയാക്ട് ചെയ്യുന്ന ചിലപ്പം വളരെ അലറിയായിരിക്കും ഞാൻ റിയാക്ട് ചെയ്യുന്നത്, പക്ഷേ താങ്കൾ ചിലപ്പോൾ വളരെ കൂളായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പം പെയിൻ ഇസ് ആക്ച്വലി സബ്ജക്റ്റീവ്. അതുപോലെയാണ് തേയ്മാനത്തിന്. ചെറിയൊരു തേയ്മാനത്തിന് ഭയങ്കര വേദന പറയുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം വലിയ തേയ്മാനത്തിന് നല്ല തേഞ്ഞിരിക്കുന്ന ഒരു മുട്ട് ഫ്രീ ആയിട്ട് നടന്നു പോകുന്ന ആൾക്കാരും കണ്ടിട്ടുണ്ട്. നമ്മൾ റോട്ടിൽ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, മുട്ട് വളഞ്ഞ് വളരെ കൂടുതൽ വളവുള്ള ആൾക്കാർ പുഷ്പം പോലെ വെയിറ്റും തൂക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പെയിനാണ് ഇൻഡിക്കേഷൻ. പെയിൻ എഫക്റ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. അതായത് നമ്മുടെ ദിനചര്യങ്ങളെ വേദന അലട്ടി തുടങ്ങുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ സർജറിക്ക് വിധേയമാവുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ കാല് വളഞ്ഞിരിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ശരിക്കും അങ്ങനെ വളഞ്ഞിരിക്കുന്ന ആളുകളുടെ മുട്ട് റീപ്ലേസ് ചെയ്യേണ്ടവരാണോ? അവർ വേദനയും കൊണ്ട് നടക്കുന്നവരായിരിക്കും? ഐ മീൻ ജന്മനാലെ ഒരു ചെറിയ വളവുള്ള ആളുകളുടെ കാലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ശരിക്കും അങ്ങനെ അത്രയും വളഞ്ഞു വരുന്നത്? ഇത് വളഞ്ഞു വരുന്നത് ജനറലി തേയ്മാനം ഈസ് ഓൾവേസ് ഏജ് റിലേറ്റഡ്. നമ്മുടെ മുടി നരയ്ക്കുന്ന പോലെയാണ്. പ്രായം കൂടുന്തോറും അത് കൂടിക്കൂടി വരിക അല്ലാതെ കുറയില്ല. അപ്പം തേയുന്നത് മുട്ടിൻ്റെ ഒരു വശം തേയുന്ന കാരണമാണ് ഈ വളവ് കൂടുതൽ വരുന്നത്. അപ്പം യൂഷ്വലി ഉള്ളിലുള്ള വശം, അതായത് മീഡിയൽ ആസ്പെക്റ്റ് ആണ് എപ്പോഴും കൂടുതൽ ലോഡ് ഷെയർ ചെയ്ത് പോകുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ തേഞ്ഞാണ് ഈ വളവ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ വളവുള്ള കാരണം ആൾക്ക് പെയിൻ കാണണം എന്നൊന്നുമില്ല. പക്ഷേ ജനറലി ഗ്രേഡ് കൂടുന്തോറും അതിൻ്റെ സിവിയറിറ്റിയും പെയിനും കൂടുക തന്നെ ചെയ്യും. ഡോക്ടർ, ഈ ട്രെഡ്മില്ല് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മുട്ടിന് തേയ്മാനം കൂടും, അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ കൂടുതലിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ തേയ്മാനം കൂടും എന്നൊരു സംസാരമുണ്ട്. അങ്ങനെ ഉണ്ടോ? ഇല്ല, അതിനകത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഈ കയറ്റം കയറി ഇറങ്ങുക, സ്റ്റെയർ കയറി ഇറങ്ങുക, അത് കൂടുതലും മുട്ടിലേക്ക് ലോഡ് വരണ കാര്യങ്ങളാണ്. അത് തന്നെയായിരിക്കാം ഈ ട്രെഡ്മില്ലിൽ ഇൻക്ലിനേഷൻ ഇട്ടിട്ട് ചെയ്യണത്. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ ട്രെഡ്മില്ല് ഉപയോഗിക്കുന്ന എല്ലാവർക്കും തേയ്മാനം ഉണ്ടാവേണ്ടതായിരുന്നു. തേയ്മാനത്തിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ജനറ്റിക് ഫാക്ടർ ഇട്ട്, രണ്ട് ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാം, അതല്ലെങ്കിൽ ഒബിസിറ്റി, ഇതെല്ലാം കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് തേയ്മാനം ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ട്രെഡ്മില്ല് മാത്രം നടക്കുന്ന ആൾക്ക് തേയ്മാനം ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുറേ ഫാക്ടേഴ്സ് ആയിരിക്കും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണത്. ഇനിയിപ്പം ഈ സർജറി, മുട്ട് നമ്മൾ ചിരട്ട മാറ്റി വെക്കലെന്നാണല്ലോ പറയണേ. എന്താണ് ശരിക്കും ആ മാറ്റി വെക്കൽ? എന്താണ് അവിടെ വെക്കുന്നത്? ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്? അതെന്താണ് ശരിക്കും ആ സർജറി? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മുട്ടിന് 3 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, 3 ഏരിയാസ് ഉണ്ട്. ഒന്ന് ഉൾവശം, അതായത് മീഡിയൽ ആസ്പെക്ട്, മറ്റ് ഔട്ടർ വശം ലാറ്ററൽ ആസ്പെക്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ നീ ക്യാപ്പ്. അപ്പം ഇത് 3 മാറ്റി വെക്കുന്ന ഒരു സർജറിനെയാണ് നമ്മൾ ഇത് 3 മാറ്റി വെക്കണം. ഇതിൻ്റെ സർഫസസ് നമ്മൾ മാറ്റണം. അതാണ് നമ്മൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാം 3 വർഷം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ടിൻ്റെ മടക്കിന് താഴെയുള്ള അസ്ഥിയുടെ തേഞ്ഞ വശം ചെത്തി മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് ഒരു മെറ്റാലിക് അല്ലെങ്കിൽ ഒരു അലോയ് വെച്ചിട്ട് നമ്മൾ ബേസ് പ്ലേറ്റ് ചെയ്ത് വെച്ച് ഒരു സിമെൻറ്റ് വെച്ച് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഫീമറിൻ്റെ അറ്റം, ഈ തേഞ്ഞ തരണാസ്ഥയെല്ലാം ചിരണ്ടി മാറ്റിയിട്ട് നമ്മൾ വേറൊരു മെറ്റാലിക് ഇത് വെച്ചിട്ട് നടുക്കൊരു സ്പേസർ വെക്കുന്ന പ്രൊസീജിയറാണ് ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റോ ബോൺ തമ്മിൽ കോൺടാക്റ്റിൽ വരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല പെയിൻ റിലീഫ് ഉണ്ടാവും പേഷ്യൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പെയിൻ റിലീഫ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ചിരണ്ടി കളഞ്ഞിട്ടൊക്കെയാണല്ലോ ഡോക്ടർ ഇത് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെയിൻ ഇതുമായിട്ട് കോൺടാക്റ്റ് വരുന്ന അങ്ങനെ പെയിനൊന്നും വരത്തില്ല? അല്ല, ഇതിൽ ഇപ്പം നേരത്തെ ചോദിച്ച് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് ചോദ്യം. അത് കോമൺ ആയിട്ടൊന്നും ഉപയോഗിക്കുന്നത് കൊബാൾട്ട് ക്രോമിയം എന്ന് പറഞ്ഞിട്ട് അലോയ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് 3 കമ്പോണൻ്റ് ഉണ്ട് ശരിക്കും എന്ന് പറയുകയാണെങ്കിൽ. ഒന്ന് ഫിമറൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്, അത് തുടയുടെ അസ്ഥിയുടെ ഭാഗത്ത് പിടിപ്പിക്കുന്നതാണ്. പിന്നെ ടിബിയൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഷിൻ ബോൺ, നമ്മുടെ മുട്ടിന് താഴെയുള്ള ബോണിൽ പിടിപ്പിക്കണം. ഇത് രണ്ടിനിടയിലും നമുക്ക് കാർട്ടിലേജിന് പകരം വയ്ക്കുന്നതാണ് സ്പേസർ. അത് പോളി എത്തിലീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആ സ്പേസറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 മെറ്റൽ സർഫസ് തമ്മിൽ അറിയാണ്ടിരിക്കാനാണ് ഈ പോളി എത്തിലീൻ വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലുള്ള കോൺഗ്രുവിറ്റിയും അതിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം എന്തായിരുന്നു? അല്ല, അതിൻ്റെ ഒരു ബാക്കി എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻസ് ആർക്കെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ ഇത്? കാരണം ശരീരത്തിലോട്ട് ഒരു ഫോറിൻ മെറ്റീരിയലാണ് കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ഈ നീ റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ വന്ന അങ്ങനത്തെ എന്തെങ്കിലും? ഇൻഫെക്ഷനാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയുടെ ഒരു സർജനെ സംബന്ധിച്ച് ഏറ്റവും പേടിയുള്ള കാര്യവും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്. ഇൻഫെക്ഷൻ ഏത് സർജറിക്കുള്ള മാതിരി തന്നെ ഇൻഫെക്ഷൻ കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനുള്ള എല്ലാ മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും എടുത്തിട്ടാണ് നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ആ പേഷ്യൻറ്റിന് ഇവാലുവേഷൻ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് എന്നിരുന്നാലും വേൾഡിലെ ബെസ്റ്റ് സെൻറ്ററിൽ പോലും 1 to 2% ഇൻഫെക്ഷൻ റേറ്റ്. വെച്ചിട്ടുണ്ടെങ്കിൽ 100 പേർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ള ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതനുസരിച്ച് മുൻകരുതലുകൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സർജറിയാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി. മെറ്റീരിയലിനോട് പ്രശ്നം വരുന്നത് കൊണ്ടുള്ള ഇൻഫെക്ഷനാണോ ഡോക്ടർ ഉദ്ദേശിച്ചത്, അതോ ഇൻ ജനറൽ വരുന്ന ഇൻഫെക്ഷനാണോ? ഈ ഒരു മെറ്റീരിയലുമായിട്ട് കോൺടാക്ട് മെറ്റീരിയൽ കൊണ്ട് ഇൻഫെക്ഷനുള്ള പോസിബിലിറ്റി ഇല്ല. ജനറലായിട്ട് മെറ്റീരിയൽ കൊണ്ട് ചിലവർക്ക് അലർജി, മെറ്റൽ അലർജി ചിലപ്പോൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നോൺ അലർജിക് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള സംഭവങ്ങളും ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ഡോക്ടർ വേദനയുടെ കാര്യമാണ്. അപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോൾ വേദന മാറി, മുട്ടിൻ്റെ വേദന മാറി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സ്പേസറും എല്ലാം വെച്ച് നമ്മൾ വെച്ച് കഴിയുമ്പോൾ പിന്നെ ആ എല്ല് മുറിക്കുവാണല്ലോ. അതെ, എല്ല്. അത് പക്ഷേ അനസ്തീഷ്യ തന്നിട്ടാണല്ലോ നമ്മൾ. അതെ, പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറൊരു തരത്തിലുള്ള പെയിനും ഉണ്ടാകത്തില്ല. പെയിൻ നമ്മൾ പോസ്റ്റ് ഓപ്പ് പീരീഡ്, ഡെഫിനറ്റ്ലി പോസ്റ്റ് ഓപ്പ് പീരീഡ് കുറച്ച് പെയിൻഫുൾ ആണ്. പക്ഷേ നമ്മളത് കട്ട് ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ പേഷ്യൻറ്റിന് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്, അത് നട്ടലിൽ കൂടെ ചെറിയൊരു നാര് പോലത്തെ ട്യൂബ് ഇട്ട് വെക്കും. ട്യൂബ് ഇട്ട് വെച്ച് അതിൽ കൂടെ നമ്മൾ പോസ്റ്റ് ഓപ്പ് പീരീഡിൽ, അതായത് ഈ ആദ്യത്തെ ഒരു 3-4 ദിവസമാണ് ഇച്ചിരി പെയിൻ കൂടുതൽ.
അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഡ്രഗ് നട്ടലിൽ കൂടെ കൊടുത്ത് നമുക്ക് ആ പെയിൻ വളരെ ഏകദേശം ഒരു 0 ലെവലിൽ നമുക്ക് ആ പെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് പേഷ്യൻറ്റിനെ പെട്ടെന്ന് തന്നെ നടത്താനും സാധിക്കും. ഈ സർജറി എല്ലാം ഇഫക്റ്റീവാണോ? ലൈക്ക് ഇത് കഴിഞ്ഞവരെല്ലാവരും തന്നെ നടന്നിട്ടുണ്ടോ? ഈ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞവർക്കെല്ലാം വേദന മാറിയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു ആകാംക്ഷ, എത്ര % അതിൻ്റെ സക്സസ് റേറ്റ് വരിക? അല്ല, ഇപ്പോൾ സർജറി ഓഫ് ദ സെഞ്ച്വറി എന്ന് പറയണത് ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയാണ്. പക്ഷേ അത്രയും നല്ല റിസൾട്ട്സ് ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ പറയണത്. പക്ഷെ അതിന് ഈ പറഞ്ഞ മാതിരി കോംപ്ലിക്കേഷൻസും ഉണ്ട്. ഏറ്റവും പ്രശ്നമുള്ള കോംപ്ലിക്കേഷൻ ഇൻഫെക്ഷനാണ്. 2, ഇപ്പോൾ കാല് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത മാതിരി കാല് വളരെ വളഞ്ഞിരിക്കണം, നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ചിലപ്പോൾ പേഷ്യൻറ്റിന് കിട്ടണമെന്നില്ല. അപ്പോൾ കുറേ ക്രൈറ്റീരിയയാണ് അതിൽ നമ്മൾ നോക്കുന്നത്. എത്ര ഡിഫോമിറ്റി ഉണ്ടായിരുന്നു, എത്രത്തോളം തേഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേഷ്യൻറ്റിനും ഒരേ രീതിയിലുള്ള സർജറി അല്ല. എല്ലാ പേഷ്യൻറ്റും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കാം. തേയ്മാനത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. എത്ര ബോൺ ലോസ് ഉണ്ടെന്നനുസരിച്ചായിരിക്കും നമ്മൾ അതിനുള്ളത് വരുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 90 to 97% നല്ല റിസൾട്ട്സ് ഉള്ളൊരു സർജറിയാണ് മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ. ലോകത്ത് തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ സർജറി ഓഫ് ദ സെഞ്ച്വറി എന്ന് പറയുന്ന പോലെ ഏറ്റവും നമ്പർ 1 റേറ്റഡ് പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ലെവലുള്ള ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറിക്കാണ് ഓഫ് ഓൾ ദ സർജറീസ്. ഓർത്തോ മാത്രമല്ല, ഓഫ് ഓൾ ദ സർജറീസ്. അപ്പോൾ ഇതിൻ്റെ റിക്കവറി പീരീഡ് എത്രത്തോളമാണ്? അപ്പോൾ ഇതിൻ്റെ റിക്കവറി നമുക്ക് പേഷ്യൻറ്റിനെ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് വോക്കർ വെച്ചിട്ട് നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും. നമ്മൾ ഒരു മുട്ട് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ റിക്കവറി കുറച്ചുകൂടെ ഫാസ്റ്ററാണ്. നമുക്കൊരു 1 or 2 വീക്സേ വോക്കറിൻ്റെ സപ്പോർട്ട് വേണ്ടി വരുന്നുള്ളൂ. നമ്മളൊരു ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് സ്റ്റെയർ ക്ലൈമ്പിംഗ് തുടങ്ങാം. ബട്ട് 2 മുട്ടും ചെയ്യുവാണെങ്കിൽ കുറച്ച് ഡിലേഡാണ്. നമുക്കൊരു ഏകദേശം 1 മാസം എടുക്കും. ഒരു വോക്കർ വിട്ടിട്ട് അൺഎയ്ഡഡ് ആയിട്ട് നമുക്ക് ഒരു ഫുൾ ഫ്ലെക്ഷൻ, അതായത് മടക്ക്, മുട്ടിൻ്റെ മടക്ക്, ബാക്കി കാര്യങ്ങൾ സ്ട്രെങ്ത്തും എല്ലാം കിട്ടി ഇൻഡിപെൻഡൻറ്റ് ഒരു വാക്കിങ്ങിന് ജനറലി ഒരു 1 മന്തിൽ പേഷ്യൻറ്റിന് പറ്റും. ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഡോക്ടർ, അത് ഏറ്റവും കുറഞ്ഞൊരു പ്രായത്തിൽ ഡോക്ടർ ചെയ്തത് ഏത് പ്രായത്തിലുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ അങ്ങനത്തെ ഒരു സർജറി? ഒരു 50-55 ഇയേഴ്സിനുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ചെറുപ്പമായിട്ടുള്ളത്. കൂടിയ ഏജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 90 ഇയേഴ്സിൽ ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെയോ? ഇത് ഈ റീപ്ലേസ്മെൻറ്റ് സർജറീസ് ആർ ജനറലി ടു ബി ഡൺ ഓൺലി ആഫ്റ്റർ 55 ഇയേഴ്സ്. 55 വയസ്സിന് മേളിൽ ആണ് ഇത് ചെയ്യേണ്ടത്. അതിന് നേരത്തെ നമ്മൾ അൺലെസ് വേറെ ഒരു മാർഗവും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇപ്പം ഞാനൊരു ചെയ്തിട്ടുള്ളതും എനിക്ക് അങ്ങനെ ഒരു ചെറുപ്പക്കാരിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഒരു 50 വയസ്സിന് മേളിൽ ഉള്ള പേഷ്യൻസിന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ, ഇനിയിപ്പം ഇതെല്ലാം നമ്മളിതിൻ്റെ റെമഡീസാണ്. ഈ ഇഞ്ചുറി വന്നു നമ്മൾ അങ്ങനെ ചെയ്യാന്നുള്ളത്. പക്ഷേ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഇത്തരം ഇഞ്ചുറീസിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഇപ്പോൾ ഒരു അത്ലറ്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഒരു ഫുട്ബോൾ പ്ലെയർ ആയിക്കോട്ടെ, ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിക്കോട്ടെ, എങ്ങനെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം? മിനിമം ഇഞ്ചുറീസിലോട്ട് എങ്ങനെ മാറാം? ഇഞ്ചുറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു സ്പോർട്സ് പേഴ്സൺ റിലേറ്റഡ് ഫാക്ടേഴ്സ് പറയാം. പിന്നെ അവരുപയോഗിക്കുന്ന ഗ്രൗണ്ട്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറയാം. അപ്പോൾ ഇതിൽ പേഴ്സൺ റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് ഫിറ്റ്നസ് ലെവലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിറ്റ്നസ് ലെവൽ. ഇപ്പോൾ ഏത് സ്പോർട്സിലേക്കാണോ ആ ഒരു അത്ലീറ്റ് പോണത് അതിന് വേണ്ടിയിട്ട് അതാണല്ലോ ഈ പ്രാക്ടീസും കാര്യങ്ങളും ഒരാളെ അതിലേക്ക് വേണ്ടിയത്. അപ്പോൾ അത് ഫിറ്റ്നസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഗ്രൗണ്ട് റിലേറ്റഡ് പ്രോപ്പറായിട്ടുള്ള സർഫസിൽ കളിക്കുക, പ്രോപ്പർ ഗിയേഴ്സ് ഉപയോഗിക്കുക, അങ്ങനെ പ്രോപ്പർ ഫുട്വെയറും പ്രോപ്പർ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാം. എന്നിരുന്നാലും ഇഞ്ചുറീസ് ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഏറ്റവും ഫിറ്റ്നസ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഇഞ്ചുറീസ് ഉണ്ടാവുന്നുണ്ട്, ഏറ്റവും ബെസ്റ്റ് സർഫസിൽ കളിക്കുന്ന ആൾക്കാർക്കും ഇഞ്ചുറീസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇഞ്ചുറീസ് ഇസ് എ പാർട്ട് ഓഫ് സ്പോർട്സ്. പക്ഷേ അത് പ്രോപ്പർ ടൈമിൽ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെയും എല്ലാവരുടെ അടുത്തും അഭിപ്രായപ്പെടുന്നു. ഡോക്ടർ, ഇപ്പം ഈ ഏർലി വാർണിംഗ് സൈൻസ് എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇഞ്ചുറി വരുന്നത് പിന്നീടാണ്, ഈ വേദനയും പ്രശ്നങ്ങളൊക്കെ പിന്നെയാണ്. എന്തെങ്കിലും ഇപ്പോൾ ചെറുതായിരിക്കുമ്പോൾ ചില പിള്ളേർ പെട്ടെന്ന് വീഴുക, അവരുടെ കൈയൊടിയുക, കാലൊടിയുക, എന്നാൽ ചില പിള്ളേർക്കുണ്ട് അവർ 10 തവണ 100 തവണ വീണിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലാണ്ട് ചാടി എണീറ്റ് വരിക, അങ്ങനെ ഉള്ള ഇതുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ചെറുപ്പത്തിലേ അറിയാൻ പറ്റുമോ ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇഞ്ചുറി പ്രോൺ ആണ്? അത് വീഴ്ചയല്ല, ഇൻ ജനറൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജനറലി
അങ്ങനെയൊന്നുമില്ല. പിള്ളേരുടെ വെരി യങ് കിഡ്സ് ഹാവ് വെരി സ്ട്രോങ് ബോൺസ്. പക്ഷേ പടി തെറ്റിയാൽ ആനയുടെ എല്ല് കൂടി എന്ന് പറയുന്ന പോലെ ആരുടെയും ആ ഒരു ബോണിന് താങ്ങാന്നതിനേക്കാൾ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ആരുടെ എല്ലും കൂടിയും, എത്ര ഹയസ്റ്റ് ലെവൽ ഓഫ് ഫിറ്റ്നസ് ആണെങ്കിൽ പോലും. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. നമുക്കങ്ങനെ വാർണിംഗ് സൈൻസ് ഉണ്ട്. നമുക്ക് ഈ ഓവർ യൂസ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് സ്പോർട്സ് ഇഞ്ചുറീസ് ഉണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ഓവർ യൂസ് ആയിട്ട് ചെയ്യുമ്പം, ഓവർലോഡിങ്, നമ്മളൊരു മസിലിനെ ഓവർലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചെറുതായിട്ട് പെയിൻ വന്ന് തുടങ്ങും. അതും വെച്ചുകൊണ്ട് നമ്മൾ ഫർദർ നമ്മളത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് അത് ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ടിപ്പിക്കൽ എക്സാമ്പിളാണ് നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറിന് വന്ന ടെന്നീസ് എൽബോ. ബിക്കോസ് അതിൻ്റെ വൺ ഓഫ് ദ റീസൺ വിച്ച് ഐ ഫീൽ ഇസ് പുള്ളിയുടെ ബാറ്റ് സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ, സാധാരണ ഒരു സ്പോർട്സ് പേഴ്സൺ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ച് ഹെവിയർ ബാറ്റ് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹെവിയർ ബാറ്റ് വെച്ച് കളിക്കുമ്പോൾ ആ മസിലിന് പതുക്കെ ഒരു ഇഞ്ചുറി വന്ന് അൾട്ടിമേറ്റ്ലി ഹി ഹാഡ് ടു 2 വർഷത്തോളം കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയല്ലോ. അപ്പോൾ അതുപോലെയുള്ള വാർണിംഗ് സൈൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ അന്നേരം നമ്മൾ ആ ഒരു ടെക്നീക്ക് മാറ്റുക, അല്ലെങ്കിൽ ആ സ്പോർട്സ് ഗിയർ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു പക്ഷേ ഇതിന് രക്ഷപ്പെടാമായിരിക്കാം. ഇനി ഡോക്ടർ, ഇപ്പം പിള്ളേർക്കാണെങ്കിൽ ഹെൽത്തി ബോൺസ്, പിള്ളേർക്ക് ഇൻ ജനറൽ ഹെൽത്തി ബോൺസിന് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? കാരണം ബോണിൻ്റെ സ്ട്രെങ്ത്തിലാണല്ലോ പലതും ഇതിലിരിക്കുന്നത്. അപ്പം ചെറുപ്പം തൊട്ട് എങ്ങനെ ശ്രദ്ധിക്കാം ബോണിന് സ്ട്രെങ്ത് ഉണ്ടാവാനായിട്ട്? കാൽസ്യം സപ്ലിമെൻറ്റേഷൻ, പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ എക്സസൈസ്, ഈ 3 കാര്യങ്ങളാണ് ബോണിനും ഇൻ ജനറൽ ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള അഡ്വൈസ്. ഇപ്പം വർക്കൗട്ടിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ കുറച്ച് ചെയ്യുന്നവരുണ്ട്, പ്രോപ്പറായിട്ട് ചെയ്യുന്നവരുണ്ട്, ചിലരുണ്ട് ഒരുപാട് മണിക്കൂറുകൾ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഓവറായിട്ട് എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നം വരുമോ? ലൈക്ക് വേറെ പ്രശ്നങ്ങളല്ല, ബോണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? ഓവർ എക്സേഷൻ കൊണ്ട് ബോണിനേക്കാളും കൂടുതൽ മസിലിനാണ് ഇഞ്ചുറി കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം ഓവർ യൂസ് ഇഞ്ചുറീസാണ് മസിലിന് കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് അത് വെച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ വേണമെങ്കിൽ ആ പർട്ടിക്കുലർ ഇഞ്ചുറി വേഴ്സൺ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബോണിന് ഓവർ യൂസ് ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ളത് സ്ട്രെസ് ഫ്രാക്ചേഴ്സ് ഉണ്ടാവില്ലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ആക്ടിവിറ്റി കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബോണിലേക്ക് കൂടുതൽ റിപ്പീറ്റേറ്റീവ് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ സ്ട്രെസ് ഫ്രാക്ചർ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട്. അത് കൂടുതലായിട്ട് മിലിറ്ററി റിക്രൂട്ട്സ്, പോലീസ് റിക്രൂട്ട്സിൽ അവരെല്ലാം ഇപ്പോൾ അവരുടെ ട്രെയിനിങ്ങിന് ഭാഗമായിട്ട് കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നത്. ആ സമയത്ത് സ്ട്രെസ് ഫ്രാക്ചേഴ്സ് കൂടുതൽ വരും. അത് കൂടുതൽ കാലിൻ്റെ ബോണിലാണ്, കാലിൻ്റെ പാദത്തിൻ്റെ ബോണിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ സ്ട്രെസ് ഫ്രാക്ചേഴ്സ്. അതിൻ്റെ പേര് തന്നെ മാർച്ച് ഫ്രാക്ചർ എന്നാണ്. നമ്മൾ റിപ്പീറ്റഡ്ലി മാർച്ച് ചെയ്യുന്ന ആർമി റിക്രൂട്ട്സ് ഫോഴ്സ്ഫുള്ളി മാർച്ച് ചെയ്ത് ആ ബോണിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ക്രാക്ക് ചെയ്ത് വരും. അതാണ് സ്ട്രെസ് ഫ്രാക്ചർ. ഈ ഹെൽത്തി ബോണിനുള്ള എക്സസൈസസ് ഉണ്ടോ? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളോ അങ്ങനെ എന്തെങ്കിലും? ബേസിക്കലി എക്സസൈസ് പലതരം ഉണ്ടല്ലോ. നമുക്ക് ബോണിന് ഏറ്റവും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ ആക്സിയൽ ലോഡിങ് എക്സസൈസ്. അതായത് നമ്മൾ ബോണിന് ലോഡ് ചെയ്യണം. അത് ടിപ്പിക്കൽ എക്സാമ്പിൾ പറഞ്ഞാൽ ജമ്പിങ്, സ്കിപ്പിംഗ്, ജോഗിങ്, റണ്ണിങ്, ഇതുപോലെയുള്ള എക്സസൈസാണ് ബോണിന് ആക്ച്വലി സ്ട്രെങ്ത് അൾട്ടിമേറ്റ്ലി കൂട്ടുന്നത്. അതുപോലെ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൺ റീജനറേറ്റ് ചെയ്യില്ല, പഴയ പോലെ ഫിക്സ് ആവില്ല, അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ? ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ളവർക്ക് ബോണിൻ്റെ ടെക്സ്ചർ മാറും. അതിനാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് വന്നു കഴിഞ്ഞാൽ ബോണിൻ്റെ റീജനറേഷൻ കപ്പാസിറ്റി കുറയും. അതുകൊണ്ട് ഓസ്റ്റിയോപോറോസിസ് ഉള്ള ആൾക്കാർക്ക് ഫ്രാക്ചർ കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫ്രാക്ചർ ഉണ്ടായി തന്നെ അവർക്ക് ഹീലിംഗ് കുറച്ചും കൂടിയും മോശമായിട്ടായിരിക്കും. സാധാരണ യങ്ങർ ബോണിലുള്ള മാതിരിയല്ല ഓസ്റ്റിയോപോറോട്ടിക് ബോണിൽ ഫ്രാക്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ഹീൽ ചെയ്യാനായിട്ടുള്ളത്. ഡോക്ടർ, സിറ്റിംഗ് ഈസ് ദി ന്യൂ സ്മോക്കിംഗ് എന്നുള്ളൊരു ഇതിപ്പോൾ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് സിറ്റിംഗ് ഈസ് ദി ന്യൂ സ്മോക്കിംഗ് എന്ന് പറയുന്നത്? സിറ്റിംഗ് പോസ്ചറാണ് നമ്മുടെ നടുവിടെ ഏറ്റവും വലിയ ശത്രു. ഗ്രാജുവലി കൂടുതലിരിക്കുന്ന ആൾ പൊതുവെ വ്യായാമം ചെയ്യുന്നില്ല. അപ്പം പുള്ളിയുടെ കൊളസ്ട്രോളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് മസിൽ ടോൺ, അതായത് കൂടുതലിരിക്കുന്ന ആൾക്ക് അബ്ഡോമിനൽ മസിൽസും സ്പൈനിന് ചുറ്റുമുള്ള മസിൽസിൻ്റെയൊക്കെ പവർ ഗ്രാജുവലി കുറഞ്ഞു വന്ന് നമുക്കൊരു നട്ടലിനുള്ള തേയ്മാനമായിട്ട് മാറും. പ്രോബ്ലി ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇറ്റ് ഈസ് കോൾഡ് ദ ന്യൂ സ്മോക്കിംഗ്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഇപ്പം കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോണിന് കട്ടി കൂടുന്നതിനെക്കുറിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് പറയുന്നുണ്ട്.
എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്ക്, ഇപ്പം സ്റ്റിറോയിഡ് എടുക്കുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് ബോണിന് കുഴപ്പം വരുമോ? അവർക്ക് അതിനുള്ള സാധ്യത കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റിറോയിഡ്സുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സ്റ്റിറോയിഡ്സ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാക്കണ ഒരു ഡ്രഗാണ്. കുറേ മരുന്നുകളിൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാക്കണതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഓസ്റ്റിയോപോറോസിസ് ലോങ് ടേം സ്റ്റിറോയിഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബോൺ വീക്കാവാനായിട്ടുള്ള സാധ്യതയുള്ളത്.